എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SLC +2 റിസൾട്ട് 2024 റിസൾട്ട് ഡേറ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും. റിസൾട്ട് ഉടൻ ഉണ്ടാകുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ നിരന്തരമായി കമൻറ്റ് ബോക്സിലൂടെയും അല്ലാതെയും ഒക്കെ നമ്മളോട് ചോദിക്കുന്ന സംശയമാണ്. നമുക്കതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുക വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100-ൽ 10 വിദ്യാർത്ഥികൾ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ലാതെയാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ട് കടന്നു പോവുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് ഈ ചാനലിൽ കൂടെ ഇടുന്നത്. ചാനലിൽ കൂടെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുള്ളായി തോന്നും. അതായത് പ്രത്യേകിച്ച് SLC +1 +2 ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിരവധി ഉപകാരപ്പെടുന്ന വീഡിയോസും റിസൾട്ട് സംബന്ധിച്ചും ഇമ്പ്രൂവ്മെൻറ്റ് സംബന്ധിച്ചും അറിയിപ്പുകൾ മാത്രമൊന്നുമല്ല, നിങ്ങളുടെ മുഴുവൻ സംശയ ദൂരീകരണത്തിനും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ചാനൽ കുറച്ചും കൂടി ഒന്ന് പുരോഗമിച്ച് കഴിഞ്ഞാൽ വരും വർഷങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ക്ലാസ്സുകൾ വരെ ഈ ചാനലിൽ കൂടെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. SLC +2 റിസൾട്ട് 2024 റിസൾട്ട് ഡേറ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും എന്നൊരു അറിയിപ്പ് ഇപ്പോൾ വളരെ സുപ്രധാനമായ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് വാലുവേഷൻ ക്യാമ്പുകളിലൊക്കെ വാലുവേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള ഡേറ്റ് ഉടൻ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഗവൺമെൻറ്റും ഒക്കെ എന്ത് ചെയ്യും, റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള ഡേറ്റ് ഉടൻ തന്നെ പുറത്തു വിട്ടേക്കും എന്നൊരു സുപ്രധാന അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ സന്തോഷകരം നൽകുന്നൊരു വാർത്തയാണ്. അത് പ്രത്യേകിച്ച് SLC +2 വിദ്യാർത്ഥികൾക്കാണ് ഇത് വളരെ സന്തോഷം നൽകുന്നത്. കാരണം എത്ര ദിവസമായി, പരീക്ഷ കഴിഞ്ഞിട്ട് 1 മാസത്തോളമായി. എന്തുകൊണ്ടാണ് റിസൾട്ട് വരാത്തത്? റിസൾട്ട് അറിയാനുള്ളൊരു ആകാംക്ഷ. ഇപ്പം ഞാൻ +2 പരീക്ഷ എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് അറിയാൻ വളരെ ആകാംക്ഷയുണ്ട്. +2 പരീക്ഷ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നല്ല പരീക്ഷയായിരുന്നു. എനിക്ക് അത്യാവശ്യം എളുപ്പമുള്ള പരീക്ഷയായിരുന്നു, എല്ലാ വിഷയവും തന്നെ. അപ്പോൾ നിങ്ങൾക്കും നല്ല എളുപ്പമുള്ള പരീക്ഷയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് കാത്തിരിക്കുകയാണ് ക്ഷമയോടെ, എന്ന് വരും എന്ന് ഓർത്ത്. അപ്പോൾ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് ഉറപ്പില്ല. പക്ഷേ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് ഇപ്പോൾ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമോ ആ ഡേറ്റ് എന്ത് ചെയ്തേക്കും, ഉടൻ പുറത്തു വിട്ടേക്കുമെന്നൊരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്ന. റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്നുള്ള കൃത്യമായ ഡേറ്റാണ് ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ അതുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. റിസൾട്ട് ഉടൻ ഉണ്ടാകുമോ? കഴിഞ്ഞ വർഷം SLC റിസൾട്ട് വന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 19 ഈ വർഷം മെയ് 10 കൂടിയൊക്കെ തന്നെ വരുമെന്നും നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട്. അതായത് പല വീഡിയോസും ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, നമ്മൾ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, 10 കൂടി തന്നെ വരുന്നതാണ്. പക്ഷേ ഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ടില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ഡേറ്റ് പറഞ്ഞിട്ടില്ല. മെയ് 10 വരികയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അവരങ്ങനെ പല വീഡിയോസിലും മെയ് 10 കൂടി വരുമെന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ്, വാലുവേഷൻ കഴിഞ്ഞു, ടാബുലേഷൻ വർക്കുകൾ ഇന്നേക്ക് ഒരാഴ്ചയായി കഴിഞ്ഞു. ഇലക്ഷൻ്റെ ഒരു ദിവസം മാത്രമാണ് ഡിലേ വന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളും തന്നെ വാലുവേഷൻ ക്യാമ്പുകൾ സജീവമായി ടാബുലേഷൻ വർക്കുകൾ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയും ടാബുലേഷൻ വർക്കുകൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഈ ടാബുലേഷൻ വർക്കുകൾ ഇന്ന് ഏതാണ്ട് ഒരാഴ്ചയോളമായി കഴിഞ്ഞു. അപ്പോൾ റിസൾട്ട് വേഗം പ്രസിദ്ധീകരിച്ചൂടെ? എല്ലാ ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള അറിയിപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. മെയ് 10 പ്രസിദ്ധീകരിച്ചിരിക്കുന്നൊക്കെ. +2 റിസൾട്ടും അതുപോലെ തന്നെ മെയ് 15 കൂടി പ്രസിദ്ധീകരിക്കുമെന്ന്. കഴിഞ്ഞ വർഷം വന്ന ഡേറ്റ് മെയ് 25. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എപ്പോൾ പ്രസിദ്ധീകരിക്കുമെന്ന്. ഏതായാലും റിസൾട്ടിനോട് ഏതാണ്ട് അടുക്കുന്ന ടൈമൊക്കെ ആകുമ്പോൾ നമ്മുടെ ചാനലൊരു പ്രീമിയർ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ വീഡിയോ വിദ്യാർത്ഥികൾ
നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, തീർച്ചയായും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യും, വീഡിയോ നിങ്ങളിലേക്ക് പബ്ലിക്കായി നമ്മൾ അപ്ലോഡ് ചെയ്തെത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.